മഴയത്തൊക്കെ ഒരു കല്യാണം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം മഴയുള്ള ദിവസങ്ങളുണ്ടാവും, മഴ ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. അപ്പം ഈ മഴ ഇല്ലാത്ത ദിവസത്തിലാണ് പെട്ടെന്ന് നമ്മൾ ഔട്ട്ഡോറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കനോപ്പി, ടെൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു അതായത് ആ സ്പോട്ടിൽ തന്നെ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നതിന് ശേഷം ഔട്ട്ഡോർ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ വെയിലുള്ള സമയം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മഴയും വരാം. അപ്പോൾ തന്നെ നമുക്ക് ആ ടെൻറ്റ് നമ്മൾ ആ കല്യാണ മണ്ഡപത്തിലേക്ക് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഔട്ട്ഡോർ വെഡ്ഡിങ്ങാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സുലഭമാക്കി കല്യാണ മണ്ഡപത്തിൻ്റെ സൈഡിലേക്ക് ഈ ടെൻറ്റും അതേപോലെ കനോഫി പോലെയുള്ള സാധനങ്ങളും അതേപോലെ ഈ കറണ്ട്, സൗണ്ട്, ലൈറ്റ് അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് മഴയൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു അപകടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലേക്കൊക്കെ സംരക്ഷണം നൽകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കരുതലായിട്ട് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഈ മഴക്കാല ഘട്ടങ്ങളിൽ കല്യാണം നടത്തി വിചാരിച്ചിട്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് പ്രയാസങ്ങൾ ഔട്ട്ഡോർ വെഡ്ഡിങ്ങുകൾ, ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വിവാഹത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് സാധാരണ ഔട്ട്ഡോർ വെഡ്ഡിങ്ങുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കരുതലായിട്ട് എടുത്ത് ബാക്കപ്പ് പ്ലാനിങ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മഴക്കാലത്ത് ഇവൻറ്റുകൾ നടത്തുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മുൻകരുതലുകൾ എപ്പോഴും നമ്മൾ കരുതി വെക്കണം എന്നുള്ളതാണ്.